എന്താ ചേട്ടന്റെ പ്ലാൻ? നമ്മുടെ മേത്ത് കൈവച്ച ആള് ഇനി ജീവനോടെ ആരും കാണില്ല. എങ്ങനെ തീർക്കാനാ? എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ തീർക്കണം. ഇനി ഞാൻ തന്നെ നടന്നു നോക്കണം. നീ ഇവിടെ സേഫ് ആയിട്ട് വിട്ടുവിട്. ഓക്കെ? എന്തിനാ ചന്ദ്ര ഇവിടെ ഇറങ്ങുന്നേ? എന്തിനാ അവിടെ വരെ കൊണ്ടുവിടില്ലേ? നിനക്ക് ഈ രാത്രി ഒറ്റയ്ക്ക് നടന്നു പോയേ പറ്റുള്ളൂ. എടാ അതുകൊണ്ടല്ല, ഇനി ഇങ്ങോട്ട് പറഞ്ഞു വരണ്ടേ. ഇതാകുമ്പോ നേരെ അങ്ങ് പോയാ പോരെ. ഒന്നാമത് ആൾ പേടിച്ചിരിക്കുക. നീ ആദ്യം അവളെ വീട്ടിൽ കൊണ്ടുവിടെ. ആയിക്കോട്ടെ, കുറച്ച് കൂടുന്നുണ്ടേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാ. ഇപ്പത്തെ രാത്രി ഒറ്റയ്ക്ക് നടക്കുക. പിടിക്കുന്നുണ്ടെന്ന് ഞാൻ. നീ ഒച്ച വെച്ച ഉറങ്ങുന്ന പെണ്ണെ വിളിച്ചെണിപ്പിക്കുക. ഞാൻ തന്നെ പൊക്കോളാം. ഈ പൂച്ചക്കുഞ്ഞ് നിന്നെ എടുത്തോളാം. നീ കേറി പോ നോക്ക്. ഓയ് മോളെ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ മാത്രല്ല, രാവിലെ മോള് പെരുമാറി എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാരും ഇല്ല, കുറച്ച് കൂടുതൽ. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. തന്നതെല്ലാം തിരിച്ചു തരണ്ട. നോക്ക്, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. തന്റെ അനിയനല്ല പ്രശ്നത്തിന് കാരണം. നീ ഇങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന. മോളെ എന്ത് പറ്റി? നീ ഓക്കെയാണോ? ഞാൻ ഓക്കെ അച്ഛാ. ഞാനൊരു സ്വപ്നം കണ്ടതാ. എന്താ താര, നീ കുഞ്ഞു പിള്ളേരെ പോലെ സ്വപ്നം കണ്ട് കരയാ? എഴുന്നേറ്റ്, നിനക്കൊന്ന് ഓഫീസില്ലേ? ആ ഉണ്ട്. അച്ഛൻ പൊക്കോ, ഞാൻ വരാ. ഓ എന്റെ ഭർത്താവ് ഇതാണല്ലേ സിന്ധു. ദിസ് ഇസ് ദ ബെസ്റ്റ് ചാൻസ്. എന്നെ കുറിപ്പുടി. ഓയ് താര. ഓ പോയി 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 പോയി. ഈ കാലിൽ കയറി വരാൻ കണ്ട നേരം. ഇവനത് എന്താ എന്നോട് പറയുന്നേ? ഇനി ഓളൊരു പെണ്ണല്ലേ, പിന്നെ ഇവളുടെ മകൾ നടക്കുന്നേ. പട്ടി തന്നെ നിറച്ചിട്ടാ. നിനക്ക് എന്താണ് സിന്ധു? നീ നിന്ന് തുള്ളുന്നേ? നീയും നിന്റെ ഒരു പേട്ട എംപ്ലോയും പോടാ. വാട്ട്? ഇവനിത് എന്താ? ഗുഡ് മോർണിംഗ് അഞ്ജലി. ഇതൊക്കെ എന്ത്? ഈ ക്ഷത്ര രക്തത്തിൽ പറഞ്ഞെനിക്കൊന്നും ഇതൊന്നൊരു പ്രശ്നമേ അല്ല. എന്തോ? നോക്കട്ടെ, ആ ക്ഷത്രിയ രക്തത്തിൽ പിറന്ന ആളുടെ മുഖം നോക്കട്ടെ. ഓ നോക്കിയോ, എന്തായാലും നിന്നെ പോലെ അണ്ണാന്റെ രക്തമല്ല. ആ പൂച്ചയുടെ രക്തായിരിക്കും അല്ലേടി, കാട്ടുപൂച്ച. ഓടരുത്. ഇറങ്ങി വാടാ. വരമാട്ടെ മന്ദാനി അടിപ്പേ. പൊന്നുമോൻ വന്നില്ലേ അടിപ്പേ. വേണ്ട എന്ത് നീ കഴിഞ്ഞവട്ടം കടിച്ച പാടുപോലും പോയിട്ടില്ല. അത് നമുക്ക് 32 വലിയ തെളിഞ്ഞു കാണും. സോറി 31. ഒരെണ്ണം കുഴപ്പമില്ല, ഞാൻ മറന്നുപോയി. ഓ അതിന്റെ ഇടയിൽ കൂടെ നീ. ആ തലയിലെ പെണ്ണ ഫോൺ നിർക്കട്ടെ. എന്നാൽ ലഞ്ച് ടൈമിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി. താരയാണോ? എന്തിനാണ് വിളിച്ചേ? അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അവൾക്ക് നമ്മളെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ ലഞ്ച് ബ്രേക്കിന് വരാമെന്ന് പറഞ്ഞു. ഒരു പണിയില്ല. ഈ തെണ്ടി എന്റെ കഞ്ഞി പാറ്റയുടെ ഇറങ്ങിയേക്കുവാ. ദിയ, ഹരിനോട് നീ വരാൻ പറയോ? ഓക്കെ സാർ, ഞാൻ പറയാം. ഹരി തന്നെ സിന്ധു സാർ വിളിക്കുന്നുണ്ട്. ഹായ് സിന്ധു സാർ. സാർ എന്തിനാ വിളിച്ചേ? ഓ വന്നോ? ഹരി സുഖല്ലേ? സുഖാണ് സാർ. ഹരി കമ്മിറ്റഡ് അല്ലേ 3 years ആയിട്ട്? എന്താ സാർ അങ്ങനെ ചോദിച്ചേ? താങ്ക് ഗോഡ്. അല്ല, ഇപ്പത്തെ കാലത്ത് 3 years റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാലേ യു ആർ സച്ച് എ ലക്കി ബോയ്. താങ്ക് യു സർ. എല്ലാരും പറയും. അതന്നെ, വിട്ട് കളയരുത് നീ അവളെ. നോ സർ. ഗുഡ് ബോയ്. അല്ല ഹരി, ഞാൻ ചോദിക്കാന്ന് ഓർത്തിരിക്കായിരുന്നു. അതേതാ കുട്ടി? അത് താര, ന്യൂ ജോയിനിയാ. ഓ അപ്പൊ അവളുടെ ഫാദർ ലൈക്ക് ബ്രദേഴ്സ് ഒക്കെ എങ്ങനെയാ? അവൾക്ക് ബ്രദേഴ്സ് ഒന്നുമല്ല സർ, അവൾക്ക് ആകെയുള്ളൊരു അച്ഛനാ. ഓ അപ്പൊ ഒരാളുടെ അടി കുറച്ച് കൊണ്ടാ മതി. എന്താ സർ? ഒന്നുമില്ല. ടീ ബ്രേക്ക് അല്ലേ? വാ ചായ കുടിക്ക. സാർ ലഞ്ച് ബ്രേക്കാ? അതെ ലഞ്ച്. വാ കഴിക്കാം. ഇങ്ങോട്ട് പോണോ മാറി? സീരിയസ്ലി? ഞാൻ അവന്മാരെ ഒരടി പോലും അടിച്ചില്ല. ഇല്ല. ചന്ദ്ര അടിച്ചില്ലേ? ചന്ദ്ര അവളെ സീറായി. ഇല്ലല്ലോ, അവൾ അടിച്ചില്ലല്ലോ. ഇല്ലാട്ടോ ഇത് പറ്റത്തില്ല. അതങ്ങനെ സീറോ ആവും? നീ അവന്മാരെ അടിച്ചില്ലല്ലോ. അവന്മാരെ അടിക്കാണ്ട് കുത്തും കൊണ്ട് സെത്തിട്ട് പിന്നെ നിനക്ക് 600 തരാം. ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റടുത്തേ. ഇനി മേലെ എന്നാ ചെയ്യേണ്ട പാട്ട സ്വപ്നം നീ കണ്ടാലോ.
ചന്ദ്ര പോകാം. ചന്ദ്ര പോകാന്ന്. ആ വരാ. സാർ 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 ആരെങ്കിലും നോക്കി നിൽക്കാണോ? ഇല്ല, അല്ല ഉണ്ട്. ഹരി, താര ഹരിനെ കണ്ടോ? അത് ദിയ മാം ഹരിനാരെ കാണാൻ വന്നെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. ഓ ഓക്കെ. ഓക്കെ സാർ. ഹേയ് താര, ചന്ദ്ര ഓക്കെ ആണോ? അവളോക്കെ. അല്ല, അവളുടെ പേരെങ്ങനെ അറിയാം? സാറിനാണ് മുന്നേ അറിയോ? ഇല്ല, അന്ന് ഫൈറ്റിങ്ങിന്റെ ഇടയില് താൻ അവളുടെ പേര് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. ചന്ദ്ര അല്ല താര, ചന്ദ്രക്ക് ഫൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് അറിയും. പിന്നെ അവൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ, കൂടാതെ 2 വർഷമായിട്ട് ബോക്സിംഗ് ചാമ്പ്യനാ. ഓ കേമായിരിക്കണോ? അച്ഛ, ആ പെണ്ണിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം വേണ്ട. അവളൊന്നും ചെയ്യണ്ട. പകരം നീ ചരക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. അച്ഛൻ മേടിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം. ബിരിയാണി എത്ര പോരല്ലേ ഹരി? അഡ്ജസ്റ്റ് ചെയ്യാം സാർ. സിദ്ധു സാർ, താരേ ലൂക്ക സാറും. ഒരു തണ്ടീനെ മാറ്റിക്കൊണ്ടാൻ പറ്റില്ല. ഒരുത്തണ്ടി എനിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും അവിടെ ചാൻസ് കൊണ്ടുള്ള ദൈവമേ. സാർ വരുന്നില്ലേ? നീ നോക്കോ, ഞാൻ വന്നോളാം. ആണോ? എന്നാ ഓക്കെ സാർ. എവിടെയോ എന്തോ തകരാറ് പോലെ. ഓയ് താര, നീ ഫുഡ് കഴിച്ചോ? ഞാൻ സിദ്ധു സാറിന്റെ കൂടെ പോയി ഫുഡ് കഴിച്ചു. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ആണോ? താര, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് സിദ്ധു സാറിനെ അറിയോ? ഇല്ല, അതാരാ? അത് നമ്മുടെ കമ്പനിയിലെ വേറൊരു സിഇഒയാ. അത് വിട്. നീ എന്നാ ഇവന്റിന്റെ അന്ന് സാറിനെ കണ്ടിരുന്നോ? ഇല്ല, എനിക്ക് സാറിനെ അറിയില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? അതെന്താന്ന് വെച്ചാ, ഇതിന് മുന്നേ സിദ്ധു സാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ വരാറില്ല. പക്ഷെ ഇവന്റിന് ശേഷം സാർ എല്ലാ ദിവസവും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട്. അത് ലൂക്ക സാറിനെ കാണാൻ വന്നായിരിക്കൂടാ. അല്ലടി, അങ്ങനെയാണ് നിന്നെ പറ്റി ചോദിക്കുന്നത്. എന്തിനാ? എന്നെ പറ്റി ചോദിച്ചോ? എന്തെന്ന്? നിന്റെ പേരെന്താ, വീടോടെന്നൊക്കെ ചോദിച്ചു. എന്നാ അതിനു മുന്നേ എന്നെ കാണാത്തോണ്ട് ചോദിച്ചായിരിക്കും. അല്ലടി, അങ്ങനെയാണ് നിനക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? അല്ല, നിന്റെ ഫേവറേറ്റ് കളർ എന്താ? അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കൂ. നിന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചോ? എപ്പോ? ആടി, ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പോയപ്പോ എന്നോട് ചോദിച്ചു. നീ പറഞ്ഞ മുതലേ ഒന്ന് കാണിച്ചു തരൂ. ലൂക്കാ സാറിന്റെ അടുത്ത് ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യാണ്ട്. അത് കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോകും. താര, ദേ നിക്കുന്ന സിദ്ധു സാർ. എവിടെ എവിടെ? ഏത്? എടി, ദേ ആ ബ്ലാക്ക് ഡ്രസ് ഇട്ട് നിൽക്കുന്ന. താര, വാ, ദേ സാറ് നോക്കുന്നു. വരുന്നു. അപ്പൊ ഇതാണ് അവളുടെ വീട്. കർത്താവ്, ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഇവിടെ വരെ വന്നു. എവിടെ വരെ പോകുന്നു നോക്കട്ടെ. എന്നിട്ട് വേണം സിദ്ധു സാറിനൊന്ന് ശരിക്കും കാണാൻ. പ്രഭാകരാ, എന്താടി കുട്ടിപ്പിശാശേ? എന്താ കാരണവരെ വാഴർക്കത്ര താമസം? കാരണല്ലേ? ഒരാഴ്ചത്തേക്കുള്ള പെട്ടി ഉണ്ടല്ലോ. അത് പിന്നെ എന്തായാലും ഞാനിങ്ങ് പോരാ. അപ്പൊ പിന്നെ ഒരാഴ്ച നിന്നിട്ട് പോകാന്ന് വിചാരിച്ചു. അല്ലാതെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലാത്തോണ്ടല്ല. കേറിപ്പോടി. ഇനി 1 മാസം കഴിഞ്ഞിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ആയിക്കോട്ടെ. താരമോളെ, ചേച്ചി വന്നടി. വന്നോ? വാ, ഇരിക്കിരിക്കെ. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്. ഇത് താഴെയല്ലേ? കാണിച്ചു നോക്കട്ടെ. നീ എവിടെ നിന്ന് വന്നേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. കാണിച്ചേ. ഈ ഫോട്ടോ കൊള്ളാല്ലേ? ഇത് ലൈക്ക് കൊടുക്ക. കൊടുക്കല്ലേ. നിന്നോട് ആരാടാ അവളുടെ പോസ്റ്റിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ? ഒരു ലൈക്ക് അല്ലേ? അതെന്താ? എടാ കോഴിത്തലയാ, നിന്നോട് ആരാ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ? ഞാൻ അവളെ ഫോളോ ചെയ്തിട്ട് പോലും ഇല്ല. അത് ഞാനെങ്ങനെ അറിയാം നീ അവളെ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ? നീ എന്താണ് വിളിച്ച? കോഴിത്തലയാണ്. ഇത് സിഗ്നലാ, നോക്കി വണ്ടി ഓടിക്കും. എന്റെ ഈശ്വര ഭഗവാനെ, അവളുടെ ഫോണിലേക്കാളല്ലേ. അതെ, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായി. അന്നേരം സാർ നിന്റെ പേരെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞേന്ന്. നീ അങ്ങേരെ കാര്യം വിട്. ഇപ്പൊ നമുക്ക് കിടന്നുറങ്ങാം. എനിക്ക് ഉറക്കം വരുന്നു. ഹരി, ഈ ഫയല് കംപ്ലീറ്റ് ആക്കിയിട്ട് നിലാമാമന് കൊടുക്കാൻ പറഞ്ഞു. തരാ, ഇങ്ങതാ. ദൈവമേ, ലോകത്തിന്റെ കാണാനേ. ഇവിടുത്തെ എവിടെയാ? നീ ആരെയാ നോക്കുന്ന?
ഞാൻ നിന്നെ കാണാൻ വന്നു. അത് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിന്ന് നോക്കിയാൽ എന്നെ കാണാൻ പറ്റില്ല, എന്റെ സ്റ്റാഫിനെ കാണാൻ പറ്റും. ഞാൻ ഹരിയെ നോക്കുമായിരുന്നു. ഓഹോ. എന്നാ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. മിസ്റ്റർ സിദ്ധാർത്ഥ് പ്രിയ മാധവ് എന്തായാലും വന്നല്ലേ, എന്റെ ക്യാബിനൊക്കെ കണ്ടിട്ട് പോയാ മതി. ഹലോ, നിനക്ക് തിരക്കാണോ? അതെ, ഞാൻ കുറച്ച് തിരക്കാം. ശരി എന്നാ. കട്ടാക്കിയ? അയ്യോ, കരിപ്പാണോ? എന്താ എന്തിനാണ് വിളിക്കുന്നത്? ഇത്ര ദിവസം എന്നെ ആരും അന്വേഷിച്ചല്ലോ, ഇനി എന്നെ ആരും അന്വേഷിക്കണ്ട. ഇല്ല, കട്ടാക്കല്ലേ. സോറി. എന്നോട് ഭയങ്കര ബിസി ആയിപ്പോയി, അതുകൊണ്ടല്ലേ. എന്താ സത്യം നിനക്ക് ഇത്ര ബിസി? എന്റെ കോള് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ തിരിച്ചു വിളിക്കാൻ. ഇനി എന്നെ ആരും വിളിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ബൈ. നില, ഞാൻ ഹലോ വെച്ചോ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? മോനെ സിദ്ധു, നീ മുട്ടയിലാണ് നടക്കുന്ന കോഴിയുടെ കണക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ കൂടെ കറങ്ങുന്നത്. അവളെ കാണാൻ എനിക്ക് മനസ്സിലായില്ലെന്നാണ് എന്റെ വിചാരം. നിനക്ക് മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. കാര്യം പറ. അത് അന്ന് മാളിലവളെ കണ്ടപ്പോ തൊട്ട് എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഞങ്ങായി. ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരോട് സംസാരിക്കണ്ടെന്ന്, പിന്നെ എന്തിനാണ് വിളിക്കുന്നത്? വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, കാണാൻ വരണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നീ എവിടെയാ? നിന്റെ വീടിന്റെ പുറത്ത്. നീ എന്തിനാ വന്നേ? അത് എന്റെ പെണ്ണിനെ കാണാൻ. എനിക്കറിയാൻ കാണണ്ട. പോയേ. നീ ഇറങ്ങി വാ, ഞാൻ പുറത്ത് വെക്കുന്നുണ്ട്. ഞാൻ വരില്ല, അപ്പ എവിടെ ഉണ്ട്? 5 മിനിറ്റ് സമയം ഞാൻ തരും. നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ വരാം. ഇവനത് എവിടെയാ? നില, ഐ എം സോ സോറി. മാഡത്തിന്റെ ദേഷ്യമൊക്കെ മാറിയോ? അഡ്ജസ്റ്റ് ചെയ്യാം. മാറിയില്ലെങ്കിൽ ഞാൻ ഒരെണ്ണം കൊടുത്തരാ. നോ താങ്ക്സ്. നില, പാഴ്സൽ വാങ്ങി അകത്തേക്ക് വാ. വരാ. പാഴ്സലോ? നീ ഡെലിവറി ബോയ് ആക്കിയോടി? പിന്നല്ലാതെ ഞാൻ എന്താ പറയാനാ? പാൽചാത്രയിലെ കാമുകം പുറത്ത് വന്നിപ്പണ്ട് പുള്ളിനെ കണ്ടിട്ട് ആരാന്ന് പറയണം. നീ ഒന്ന് മാറി, ഞാൻ പോട്ടെ. പോവാണോ? ഞാൻ പാഴ്സലൊന്നും തീർന്നില്ല. അയ്യടാ, പോയേ. സർ, മാർട്ടിൻ വിളിച്ചിരുന്നു. ആള് എത്താൻ വൈകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ബസ് ചന്ദ്ര. അല്ല ചേച്ചി, ഞാൻ കോഫി ഷോപ്പിലല്ല, ഞാൻ മാളിലേക്ക് പൊക്കോണ്ടിരിക്കാം. ഇവിടെ ഭയങ്കര ട്രാഫിക്. ഞാൻ പിന്നെ വിളിക്കാം. ശരി, ബൈ. ലയോ സർ. എന്താ? ലയോ സർ, സാറിന് എന്നാ ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്ന? ഉടനെ ഒന്നുമില്ല ബാസ്റ്റൻ. ഞാൻ നഷ്ടപ്പെടുത്തിയതിനെല്ലാം എനിക്ക് തിരിച്ചെടുക്കണം. മാത്രമല്ല ഡിക്ക് പിന്നെ ആവശ്യമുണ്ട്. ബാസ്റ്റൻ, നമുക്ക് മാൾ വരെ പോകാം. വാ. സർ, അപ്പോ മാർട്ടിൻ? പറഞ്ഞ ടൈം കഴിഞ്ഞില്ലേ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാസ്റ്റൻ, വണ്ടി എടുക്ക്. ഓക്കെ സർ. അല്ലെ, ഈ ലിസ്റ്റിനകത്ത് എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ കൂടെ ജസ്റ്റ് വാങ്ങാൻ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ചന്ദ്ര, ഓർക്ക്. സാധനം മേടിക്കാൻ പോയാല് എല്ലാം മറക്കാതെ മേടിച്ചോണ്ടല്ലോ അറിയായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നേ? ഉറപ്പായിട്ടും മറക്കും. ചന്ദ്ര എല്ലായിരിക്കണം മറക്കാതെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ. അച്ഛനുള്ള കേക്കും ഗിഫ്റ്റും നമ്മൾ വാങ്ങിയോണ്ട് അതെന്തായാലും ഉണ്ടാവും. ഈ ലിഫ്റ്റ് ആരും തുറക്കുമായിരുന്നെങ്കിൽ. എക്സ്ക്യൂസ് മീ, വിച്ച് ഫ്ലോർ? ഇല്ല, സെയിം തന്നെയാ, ഗ്രൗണ്ട് ഫ്ലോർ. ഓ ഓക്കെ. യു നീഡ് ഹെൽപ്പ്? നോ, കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. എടോ, കുഴപ്പമില്ല, താങ്കാ. താങ്ക് യു. ഓ, ഇതാണോ തന്റെ കാർ? അതെ, താങ്ക് യു. തന്റെ പേരെന്താ? യു വെൽക്കം. എന്റെ പേര് കാൽവിൻ. തന്റെ പേര്? ചന്ദ്ര. ഓ, നൈസ് നെയിം. തനിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അത് തനിക്ക് വേണ്ടി മാത്രമാണ് ഇത്ര സാധനങ്ങൾ വാങ്ങി? ഇതൻ ഒരു ഫംഗ്ഷൻ വാങ്ങിയതാ, എന്റെ ഫ്രണ്ടിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. ഓ നൈസ്. അപ്പൊ ശരി എന്നാ, ബൈ. ഓക്കെ, ബൈ. സാധനങ്ങളെത്തി, ചന്ദ്രനെത്തി. വന്നോ? മേടിക്കാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലേ? എല്ലാം ഉണ്ട്, പോയി നോക്കിക്കോണെങ്കിൽ. അല്ല, ഇത്രയും സാധനങ്ങൾ നീ തന്നെ പിടിച്ചോണ്ട് വന്നോ? കാൽവിൻ ഹെൽപ്പ് ചെയ്തു. കാൽവിനോ? അതാരാ? ലിഫ്റ്റ് അയച്ച് പരിചയപ്പെട്ടതാ. എന്നോട് ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് വേണോന്ന് ചോദിച്ചു. ഏതാ ഊള? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്തവരോട് സംസാരിക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നേ? എന്നാലും പരിചയമില്ലാത്തവരോട് സംസാരിക്കാൻ പോണ്ട. എന്തെന്ന്? അതന്നെ അവളുടെ കാര്യം. ഇവൻ എന്താടി? എനിക്കറിയില്ല. വാ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ലയോ സർ, മാർട്ടിൻ ഈ മാളിലെ കഫേയിലുണ്ട്. സാർ ഫ്രീ ആണെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, വരാന്ന് പറ. മാർട്ടിൻ, നമ്മുടെ ഭാഗ്യത്തില് ലയോ ഇപ്പൊ ഓക്കെ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഈ ഡീല് നീ ഓക്കെ ആക്കണം. സാറ് പേടിക്കണ്ട, ഈ ഡീല് നമുക്കുള്ളത്. മാർട്ടിൻ, വരുന്നത് ലയോ.
സർ ഐ ആം മാർട്ടിൻ. ലയോ പാട്രിക്.